അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുറാദി യാ മുറാദി യാ മുറാദി മുറാദി ഷാ ഖദീറുല്ലാ മുറാദി വശൗഖി അൻത യാ ഖുതുബുസ് സമാനി വജൂദി മൽഹറുല്ലാഹി സുൽത്താനി. ഫൗസിയ ടോക്ക് സീരീസിന്റെ റമദാൻ പ്രഭാഷണം ഇൻഷാ അല്ലാഹ് മൂന്നാമത്തെ പത്തിലേക്ക് നമുക്ക് കടന്നിരിക്കുകയാണ്. ആദ്യമായി മഹാനവർ പറഞ്ഞ ഒരു കഥയിൽ തന്നെ തുടങ്ങാം. മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു അവരുടെ വിലായത്തിൻ്റെ പദവികളൊക്കെ ഉപയോഗിച്ച് ഏഴാനാകാശം വരെ എത്തി. അവിടുന്ന് മേലേക്ക് പോകാൻ നോക്കിയപ്പോൾ മലക്കുകൾ ഗേറ്റ് തുറന്നു കൊടുത്തില്ല. ചോദിച്ചു, എന്തിനു വേണ്ടി, എവിടേക്ക് പോകുന്നു? അപ്പോൾ എനിക്ക് അള്ളാഹുവിനെ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ മലക്കുകൾ പറഞ്ഞു, അള്ളാഹുവിനെ കാണണമെങ്കിൽ ദുനിയാവിൽ മോമിനീങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുക. അപ്പോൾ അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ഭൂമിക്കോ ആകാശങ്ങൾക്കോ അല്ലെങ്കിൽ സൂര്യചന്ദ്രാദികൾക്കോ ഒന്നും പറ്റില്ല. അത് മോമിനീങ്ങളുടെ ഹൃദയങ്ങൾക്കാണ് അത് ഉൾക്കൊള്ളാൻ പറ്റുക. അപ്പോൾ നമ്മുടെ കാഴ്ചക്കൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മുടെ കാഴ്ചയിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ഒറ്റ പ്രാവശ്യത്തിൽ നമുക്കൊരു പക്ഷേ ആകാശം കാണാം, കടൽ കാണാം, കര കാണാം, അല്ലേ? കുറേ വൃക്ഷങ്ങൾ കാണാം. ഒരൊറ്റ നോട്ടത്തിൽ എത്ര കാഴ്ച കാണാൻ പറ്റുമെന്നുള്ള നമുക്കൊരു പരിധിയുണ്ട്. പക്ഷെ ഒരു പരിധിയില്ലാത്ത വസ്തു എന്ന് പറഞ്ഞാൽ നമ്മളെ ഹൃദയമാണ്, മനസ്സാണ്. ഹൃദയത്തിൽ, മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലാണ് അള്ളാഹുവിന് നിലകൊള്ളാൻ പറ്റുക. അതാണ് പറഞ്ഞത്, ഖുലൂബിൽ മുഅ്മിനീന അർശുള്ള. അള്ളാഹുവിൻ്റെ അർശ് എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളുടെ ഹൃദയമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഹൃദയം നമ്മൾക്ക് ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള പറ്റിയ അവസരമാണ് ഈ റമദാൻ മാസമൊക്കെ. റമദാൻ മാസത്തിൽ ഹൃദയത്തിൻ്റെ പരിശുദ്ധി വർദ്ധിപ്പിക്കാനും ആത്മശുദ്ധി വരുത്താനും അതിൽ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും കുടിയിരുത്താനും പറ്റിയ ഏറ്റവും നല്ല മാസമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നമ്മൾ സ്വന്തം വിചാരിച്ചുകൊണ്ട് മാത്രം അത് അവിടെ അള്ളാഹുവിനെയും റസൂലിനെയും പ്രതിഷ്ഠിക്കാൻ പറ്റില്ല. അതിന് പറ്റിയ ഒരു ആത്മീയ ഗുരു വേണം. അത് എല്ലാവരും സമ്മതിച്ച കാര്യമാണ്. അത് ഇപ്പം മാത്രമല്ല, ഏത് മഹാന്മാരായാലും ശരി. ഞാൻ എന്തിന് ഇപ്പം ഈ നമ്മുടെ വിവേകാനന്ദ സ്വാമിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ചിന്തിച്ചത് എന്താണ്? ഞാൻ എന്തിന് പടക്കപ്പെട്ടു? എൻ്റെ ലക്ഷ്യം എന്താണ്? എന്നെ എന്തിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? അപ്പോൾ അവർ എത്തിച്ചേരാൻ എന്തിനാന്ന് വെച്ചാൽ അത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു നമ്മൾ സൃഷ്ടിച്ചത് തന്നെ ഒമാ ഖലഖ്തൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറയും, അല്ലേ? നമ്മൾ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മളിപ്പോൾ ചെയ്യുന്നതാണെങ്കിലോ 24 മണിക്കൂർ നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ടോ? എന്നാൽ ഒരൊറ്റ വാക്കിൽ നമുക്ക് ഇല്ല എന്ന് പറയാൻ. എന്നാൽ ഉള്ള ആളുണ്ടോ അങ്ങനെ ചെയ്യുന്നത്? തീർച്ചയായും ഉണ്ട്. അത് എല്ലാ കാലത്തും ഉണ്ട്. അതാണ് മോമിനിങ്ങൾ. യഥാർത്ഥ മോമിനിങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ ഓരോ ശ്വാസോച്ഛ്വാസവും അവർ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലേക്ക് അള്ളാഹു കൊണ്ടുവരും. അല്ലാതെ വെറുതെ ഇങ്ങനെ ഒരു അള്ളാഹു പറയുന്ന വാക്ക് വെറുതെ ഒരു വെറും വാക്കാവില്ലല്ലോ. അതും ഖുർആനിൽ എന്താ പറയുന്നത് വെച്ചാൽ വമാ ഖലഖ്തൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ജിന്ന് വർഗത്തെയും ഇൻസ് വർഗത്തെയും അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ സൃഷ്ടിച്ച് ഇല്ലാലി അബ്ദുന. അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. വേറെ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ശരിക്കും അള്ളാഹു സൃഷ്ടിച്ചത് ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലേ? പിന്നെ നമ്മളിപ്പോൾ നമ്മൾ ജീവിക്കാനും വേണ്ടി ജീവോപാധി തേടുന്നു, അല്ലാതെ വിദ്യാഭ്യാസം നേടുന്നു, അതൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ അതൊക്കെ നമുക്ക് ഈ ആരാധനയിലേക്ക് ആക്കി വരുത്താൻ പറ്റും. ചില ആൾക്കാർ പറയാണ്ട്, ഞാൻ ഇപ്പം എൻ്റെ കുടുംബത്തിനെ നോക്കുന്നുണ്ട്, അത് ആരാധനയല്ലേന്ന്. സംഭവം പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ആരാധനയാണെങ്കിലും അതിൻ്റെ നീയത്ത് ശരിയാകുന്നില്ല. അതിൻ്റെ അടിത്തറ ശരിയായാൽ മാത്രമേ അത് ആരാധനയിലേക്ക് വരും. നമ്മൾ വെറുതെ ഇപ്പോൾ സുജൂദ് എന്ന് വെച്ചിട്ട് അത് ആരാധനയാവും. ഒരു സ്ഥലത്ത് ഒരു വഴി പോകുന്ന സമയത്ത് ഒരു കമ്പി ഇങ്ങനെ വളഞ്ഞെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ഒരു തടസ്സം നമുക്ക് കുനിയാതെ പോകാൻ പറ്റില്ല. ആ കുനിഞ്ഞെന്ന് വെച്ചിട്ട് നമുക്ക് റുക്കു പോകില്ലല്ലോ. അപ്പോൾ ഏതൊരു കാര്യവും ചെയ്യുമ്പോഴും നമുക്ക് നീയത്തില്ലാതെ അത് ചെയ്തെന്ന് വെച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഇത് ആരാധന. നമ്മൾ ഓരോ പ്രവൃത്തിയും, നമ്മൾ കിടക്കുന്നതാണെങ്കിലും വേറെ എന്ത് പ്രവൃത്തിയിലാണെങ്കിലും, നമ്മൾ ജോലി എന്ത് പ്രവൃത്തിയാണെങ്കിലും, യാത്രയിലാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്ത് പ്രവൃത്തിയിലാണെങ്കിലും നമ്മുടെ ആ പ്രവൃത്തി ആരാധനയിലേക്ക് ആക്കി മാറ്റണമെങ്കിൽ അതിൻ്റെ ബേസിക് കിട്ടണം, അതിൻ്റെ കീ കിട്ടണം നമുക്ക്, അല്ലെ? സ്വർഗത്തിലേക്ക് കിടക്കാൻ ഒരു കീ ഉണ്ടെന്ന് പറഞ്ഞു. സ്വർഗത്തിലേക്ക് കിടക്കാൻ നരകത്തിന് കൂട്ടാൻ വേണ്ടി ഒരു കീയൊക്കെ ഉണ്ട്. അതൊക്കെ ഈ അബ്ദുൽ സമീർ അലി അവനൊക്കെ പറഞ്ഞ കുറേ കഥകളൊക്കെ ഉണ്ട് അതിനെ പറ്റിയിട്ട്. മഹാന കുതുബുസ്മാനമാരോടും അതിനെ പറ്റിയിട്ട് കുറേ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. എന്തായാലും അത് നമ്മൾ ശരിയാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ നമ്മളെ ഓരോ ശ്വാസോച്ഛ്വാസവും നമ്മളെ എന്താ പ്രവൃത്തിയും, ഇപ്പോൾ ഭാര്യയുമായി ബന്ധപ്പെടുന്നെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളായാലും ശരി, അതൊക്കെ നമുക്ക് ആരാധനയിലേക്ക് ആക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ആയെന്ന് പറയാൻ പറ്റില്ല. അതാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ച
അവിടുത്തെ ഖലീഫമാരുണ്ടല്ലോ, അവിടുത്തെ പ്രതിനിധികൾ, അത് എല്ലാ കാലത്തും അയച്ചുകൊണ്ടിരിക്കും. അയാളിൽ നിന്ന് പരിശുദ്ധമായ തൗഹീദ്, അഥവാ നമ്മൾ ഇസ്ലാം ആണെങ്കിൽ എന്ത് ചൊല്ലിയിട്ടാണോ ഇസ്ലാം ആവുന്നത്, ഒരാൾ മുസ്ലിം ആണെങ്കിൽ അയാൾ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടാണ് മുസ്ലിം ആവുന്നത് അല്ലേ. അതുപോലെ തന്നെ അയാൾ മൂമിനാണെങ്കിലും ഈ സാധനം ചൊല്ലിക്കൊണ്ടിരിക്കണം. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ പോരാ, അത് ഓരോ ശ്വാസത്തിലും വിശ്വാസത്തിലും അത് ഉണ്ടായിരിക്കണം. അതെങ്ങനെ ചെല്ലണം, എപ്പോൾ ചെല്ലണം, എന്താണ് അതിന് ഷർത്ത്, എന്താ ഫർളെന്നൊക്കെ പറയാൻ പഠിക്കണമെങ്കിൽ നമുക്കിപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ വേറെ കിതാബിലോ അല്ലെങ്കിൽ ഖുത്ബയിലോ വയലിലോ ഒന്നും നമുക്ക് കയറ്റാൻ പറ്റില്ല. അത് കേൾക്കാൻ പറ്റുന്നിട്ട് അതിന് വേണ്ടിയിട്ടായിട്ട് അള്ളാഹു അതിനായിട്ട് നിയോഗിച്ചിട്ടുണ്ട് ആൾക്കാരെ. അതാണ് അള്ളാഹുവിൻ്റെ ഖലീഫ. ഇന്നി ജായിലും ഫിൽ ഖലീഫ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ഖലീഫമാരാണ്. അവരിൽ നിന്ന് ഈ തൗഹീദ് സ്വീകരിച്ചാൽ മാത്രമേ നമുക്കുള്ള മുമ്പോട്ടുള്ള ഓരോ ശ്വാസവും നിശ്വാസവും ഈ ഇബാദത്തിലേക്ക് ആക്കി മാറ്റണം. അള്ളാഹു പറഞ്ഞില്ലേ വമാ ഖലഖ്തൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞ ആ ഖുർആന്റെ ആയത്തിന്, അള്ളാഹുവിന്റെ ആ പ്രഖ്യാപനത്തിന് നമ്മൾ 100% ഉൾക്കൊള്ളണമെങ്കിൽ എന്ത് വേണമെന്ന് അറിയാം. അവൻ ഇതിനെല്ലാതും സൃഷ്ടിച്ചില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ എന്ത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, എതിരാണ്. അത് ശരിയാവണമെങ്കിൽ എന്ത് വേണം, നമ്മൾ ഈ തൗഹീദ് സ്വീകരിച്ച് ഓരോ ശ്വാസവും അതിൻ്റെ വിശ്വാസവുമൊക്കെ ഈ തൗഹീദിലാക്കി മാറ്റുമ്പോഴാണ് നമ്മളെ ബാക്കി അത് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ പ്രവൃത്തിയും അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി മാറും. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഒരു ശ്വാസത്തിലാ മറ്റേ തൗഹീദില്ലെങ്കിൽ അവിടെ ഇബ്ലീസ് കയറുന്നതാണ്. ഒരു ശ്വാസത്തിൽ ഇപ്പം ബക്കറ്റിലൊക്കെ നമ്മൾ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഉണ്ടെന്ന് പറയും അല്ലേ. വെള്ളം ഇല്ലെങ്കിൽ വായു ഉണ്ടെന്ന് പറയുമോ, അത് പറയേണ്ട ആവശ്യമില്ല. അഥവാ തൗഹീദ് ഹൃദയത്തിലുണ്ടെങ്കിൽ തൗഹീദ് ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫോൾട്ടായിട്ട് അവിടെ ഷൈത്താനുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം അത് നമ്മളെ ഉമ്മാൻ്റെ വയറ്റിൻ്റെ വന്നതാണ്. അത് മുമ്പ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് മുതലേ ഓരോ ഉമ്മമാരും നിന്നും മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് വേണമെങ്കിൽ സംസാരിക്കേണ്ടി വരും. എന്ത് വന്നാലും ശരി, തൗഹീദ് ഒരാളെ ഹൃദയത്തിൽ ആ കാലഘട്ടത്തിലെ അള്ളാഹുവിൻ്റെ പ്രതിനിധിയോട് സ്വീകരിച്ചിട്ടില്ല, അവൻ്റെ മനസ്സിൽ ഉറപ്പിച്ചില്ല, അഥവാ ഷഹാദത്ത് കലിമ രണ്ടും മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് ഉച്ചരിക്കുക എന്ന പ്രവർത്തനം ഉറപ്പിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ഓരോ പ്രവൃത്തിയും അത് അള്ളാഹുവിൻ്റെ ഇബാദത്തായി മാറുന്ന വെറും തോന്നലാണ്. വെറും തോന്നൽ മാത്രമാണ്, അതിനൊരു ഒരു പ്രത്യേകകാരം ഉണ്ടാവില്ല. അതിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഉപയോഗം ഉണ്ടാവില്ല. ഏതുവരെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ സാധനം സ്വീകരിച്ചു അതിൻ്റെ കീയിട്ട് അത് തുറന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈ തൗഹീദ് ഓരോ ശ്വാസത്തിലും ആയിത്തീരുള്ളൂ. അത് വെറുതെ നമ്മൾ വിചാരിച്ചൊന്നും ആവില്ല. ഒരു പക്ഷേ 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ നമുക്ക് വെറുതെ ഇങ്ങനെ നമ്മുടെ യോഗയിലൊക്കെ ഇരിക്കുന്ന പോലെ ഇരുന്നിട്ട് നോക്കുകയൊക്കെ ചെയ്യാം മെഡിറ്റേഷൻ. പക്ഷെ അതല്ല, ശരിയായ മുറബിയായ ഷെയ്ഖ് തരുന്ന ഒരു മെഡിറ്റേഷൻ ഉണ്ട്, അതാണ് മുറാക്കബ എന്ന് പറയുന്നത്. ആ മുറാക്കബയിൽ ഇരുന്ന് നമ്മൾ ഈ തൗഹീദിനെ 24 മണിക്കൂറും അവർ പരിശീലിപ്പിക്കും. അതെങ്ങനെയാണ് പരിശീലിക്കേണ്ടതെന്ന് ഓരോരാളെയും അവരുടെ അസുഖങ്ങൾക്കനുസരിച്ചാണ് അവിടുന്ന് കൊടുക്കുന്ന മരുന്നുണ്ടാവുക. ആ മരുന്ന് കൊടുത്ത് ഇയാളെ തർബിയത്ത് ചെയ്ത് ഉന്നതമായ പദവിയിൽ എത്തിച്ച് ഓരോ ശ്വാസവും വിശ്വാസവും പരിശുദ്ധ തൗഹീദിലാക്കി മാറ്റുമ്പോഴാണ് പിന്നെ അവരെന്ത് പ്രവർത്തിച്ചാലും, ഇനി യുദ്ധത്തിന് പോയാലും ശരി, ഇനി അതല്ല അതിലും വലിയ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താലും ശരി, അവിടെ ഈ തൗഹീദ് അവർക്ക് മുറിയുന്നില്ല. ഒരു ദിവസം മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സർവ്വ മഹാനോൾക്ക് കുറേ കപ്പലുകളും കുറേ സ്വർണ്ണ വ്യാപാരങ്ങളും കുറേ വജ്ര വ്യാപാരങ്ങളൊക്കെ ഉണ്ടായെന്ന് നമുക്ക് കേട്ടിട്ടുണ്ടാവും അല്ലേ, ഇൻഷാ അല്ലാഹ്. പക്ഷെ അവരെടുത്ത് ഒരു ദിവസം അവിടെ ഒരു ഹാദിമ് വന്നിട്ട് പറയാന്ന്, ഈ മഹാനവറുകളെ അങ്ങയുടെ ഒരു കപ്പൽ അഥവാ ചരക്കുമായിട്ട് വരുന്നുകൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ മുങ്ങിയിട്ടുണ്ടെന്ന്. അപ്പൊ പെട്ടെന്ന് മഹാനുള്ള ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് നിന്നിട്ട് പറഞ്ഞു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഹാദിമ് അത് കേട്ട് തിരിച്ചുപോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഇതേ ഹാദിമ് തിരിച്ചു ഓടി വന്ന് പറയാണ് മഹാനവറുകളെ, ആ കപ്പല് നമ്മുടേതായിരുന്നില്ല, അത് വേറെ ഒരു പാർട്ടിയുടെ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോഴും ഒരു സെക്കൻഡ് കണ്ണടച്ചുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് മഹാനവറുകൾ പറയുണ്ടായി. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന മുരീദന്മാർ അവരോട് ചോദിച്ചു, എന്താ മഹാനവറുകളെ ഇത്രയും നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം മഹാനവർക്ക് ഉണ്ടായിട്ടും അവിടുന്ന് കണ്ണടച്ച് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇത്രയും നഷ്ടം സംഭവിച്ചിട്ടില്ല, അത് നമുക്ക് അവിടെ തന്നെ ഉണ്ട്, നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അറിഞ്ഞപ്പോഴും അവിടുന്ന് കണ്ണടച്ചുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഗൗസുൽ ആലം മശ്റഈ മുഈദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അതല്ല നോക്കുന്നത്. പെട്ടെന്ന് ഈ നെടുക്കുന്ന വാർത്ത കേട്ടപ്പോൾ എൻ്റെ തൗഹീദ് അവിടെ മുറിഞ്ഞോ എന്ന് ഞാനൊന്ന് ശ്രദ്ധിച്ചാണ് മനസ്സിൽ. അപ്പോൾ അത് മുറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. ദുനിയാവ് എന്തും ആവട്ടെ, പക്ഷേ എൻ്റെ ഹൃദയത്തിലുള്ള ഈമാൻ നഷ്ടപ്പെടരുത് എന്നുള്ളതാണ് അവരതൊക്കെ ഒരു മുദ്രാവാക്യം. ഈമാൻ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എനിക്ക് വേണ്ട. ഈമാൻ നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡെങ്കിലും ആ ഹൃദയത്തിൽ തൗഹീദ് മുറിയുക എന്നുള്ളതാണ്. ഓരോ നിമിഷത്തിലും അത് പുതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹൃദയം കണ്ണാടി പോലെ തിളങ്ങുന്നത്. മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, മുമ്പത്തെ കാലഘട്ടം ഉണ്ടല്ലോ നമ്മളെ കണ്ണാടി ഉണ്ടല്ലോ, മിറർ, ആ സാധനം മുമ്പ് ഉണ്ടായിരുന്നില്ല. മുമ്പ് എന്താ ചെയ്യുന്നവരുന്നത്, ഈ ഇരുമ്പിന്റെ കഷ്ണം ഉണ്ടല്ലോ, ഇരുമ്പിന്റെ കഷ്ണം ഇങ്ങനെ തേച്ച് മിനുക്കിയിട്ടാണ് അതിലാണ് മുഖം നോക്കാറ്. അത് എല്ലാ ദിവസവും തേച്ചുകൊണ്ടിരിക്കും, അതിങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും. അഥവാ ഒരു ദിവസം തേച്ചിട്ടില്ലെങ്കിൽ
ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം തേച്ചിട്ടില്ല അതിന്റെ മേലെ ചെറിയ ചെറിയ ആ തുരുമ്പിന്റെ കുത്ത് വരാൻ തുടങ്ങും. അതൊരാഴ്ചയൊക്കെ തേച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ അത് കുറേ കുത്തുകൾ വരും. ഒരു മാസമൊക്കെ തേച്ചിട്ടില്ലെങ്കിൽ മൊത്തം കുത്തിയിരിക്കും. ഒരു വർഷമൊക്കെ തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കണ്ണാടിയായിരുന്നു. ഇതുപോലെയാണ് ഹൃദയം. ഹൃദയം എന്ന് പറയുന്നത് തൗഹീദ് കൊണ്ട് ഇതിങ്ങനെ വരച്ചുകൊണ്ടേ ഇരിക്കണം. അത് അതിന്റെ ലിക്വിഡാണ്. ആ സാധനം ഉപയോഗിച്ച് വരച്ചാൽ മാത്രമേ അതിൽ നിന്ന് കറ നീങ്ങുള്ളൂ. അതിങ്ങനെ വരച്ചുകൊണ്ടേ ഇരുന്നാൽ അത് മഹാനായ മുസൽമാന്മാരോടൊക്കെ പറയാറുണ്ടായിരുന്നു, ഈ ഭാരമേറ്റിയ കഴുതുകളെ തളർത്തുന്നില്ലേ, അതേപോലെ നമ്മൾ ഹൃദയത്തെ തൗഹീദ് കൊണ്ട് ശൈത്താനെ തളർത്താൻ പറ്റും. അപ്പോൾ ഈ തൗഹീദ് ഇവരിൽ നിന്ന് സ്വീകരിച്ച് ഹൃദയത്തിൽ 24 മണിക്കൂറും തൗഹീദിലായി, അഥവാ ഓരോ ശ്വാസത്തിലും ഈ തൗഹീദ് ഉച്ചരിച്ച് വരുമ്പോഴാണ് ശൈത്താൻ തളരുന്നത്. പിന്നെ അവിടുത്തെ ശൈത്താന് കയറാൻ പറ്റില്ല. അവിടെ വെളിച്ചമാണ്, പരിപൂർണ്ണ വെളിച്ചമാണ്. പിന്നെ അവിടെ എന്തെങ്കിലും ഒരു നിഫാക്ക്, ഒരു വിശ്വാസം വരുന്ന, അല്ലെങ്കിൽ ഷെയ്ഖിനോടുള്ള ഒരു സംശയം വരുന്നെങ്കിൽ മാത്രമാണ് അവിടെ നിഫാക്ക് അല്ലെങ്കിൽ ശൈത്താന് കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്. മഹാനായ ഉസ്മാൻ ആളുകൾ പറയാറുണ്ടായിരുന്നു, ശൈത്താന് പണിയേ ശരീരത്തിലല്ല തരീഖത്തിലാണ്. കാര്യം ശരീരത്തിൽ ഓൾറെഡി അവർക്ക് അനായാസം കയറി ഇറങ്ങാനൊക്കെ പറ്റും. അവിടെ കക്കാൻ പറ്റിയ ഒരു സാധനമില്ല, അവർക്ക് എടുക്കാൻ പറ്റിയ ഒരു സാധനമില്ല. അവർക്ക് വേണ്ടത് ഈമാനാണ്. ഈമാൻ നഷ്ടപ്പെടുത്തുക. ഒരാളും അള്ളാഹുവിലേക്ക് ഈ ഖലീഫ മുഖാന്തരം എടുക്കാൻ പറ്റില്ല എന്നുള്ള വാഗ്ദാനം ആദ്യം അവന് ചെയ്തതാണ്. അത് പൂർണ്ണമായി നടത്തിക്കാന്നുള്ളതാണ് അവന്റെ പേര്. അതിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, അതിന് എത്രത്തോളം പടന്മാരെ ഏൽപ്പിച്ചിട്ട് അവനെ പേടിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ അവൻ ചെയ്യാൻ നോക്കും. ശരീരത്തിൽ അവർക്ക് ജോലിയില്ല. പക്ഷെ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കുക, ഖലീഫമാരിലൂടെ അടുക്കുക എന്നുള്ള യഥാർത്ഥ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയാണ്. ആ വഴിയിലെ തടസ്സം നിൽക്കുക എന്നുള്ളത് ശൈത്താന്റെ പരിപാടി. അപ്പൊ ഈ സാധനം വാങ്ങി നമ്മൾ ഈ ഇത് ഇങ്ങനെ 24 മണിക്കൂറും അതിനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ നമുക്ക് പലതും കാണാനും കേൾക്കാനും, നമ്മൾ ഈ കാണുന്നതെന്നല്ല, മുറാക്കബയിൽ നമുക്ക് പലതും നമുക്ക് കാണാനൊക്കെ പറ്റും. അദൃശ്യമായി കാണാനും അദൃശ്യ കേൾക്കാനും അദൃശ്യമായി സംസാരിക്കാനൊക്കെ പറ്റും. ആ രീതിയിലേക്ക് നമുക്ക് എത്തണം. എന്ത് വേണമെന്ന് വെച്ചാൽ ഖുലൂബുൽ മുഅ്മിനീന അർശുല്ലാ എന്ന് പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ സിംഹാസനമാണ് കൽബ് എന്ന് പറഞ്ഞല്ലോ. ആ രീതിയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഈ പരിശുദ്ധമായ റമദാൻ മാസം നമ്മൾ ഉപയോഗപ്പെടുത്തി അതിന്റെ ആളെ കണ്ട്, അഥവാ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിസ്തി ആലുവയിൽ ജിലാൻ ഷെരീഫിലുണ്ട്, അവരെ കാണുക, അവരോട് സുഹബത്ത് നേടുക, അവരിൽ നിന്ന് തൗഹീദ് സ്വീകരിക്കുക. അത് ഇതേപോലെ 24 മണിക്കൂർ തൗഹീദിലാക്കിക്കൊണ്ടിരിക്കും. നമ്മളെ ഹൃദയം കണ്ണാടി പോലെ ആകും. അവിടെ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും പ്രതിഷ്ഠിക്കാൻ പറ്റുകയും ഓരോ നമ്മുടെ എല്ലാ പ്രവൃത്തിയും അത് ഇബാദത്തിലേക്കായി മാറുകയും ചെയ്യും. എന്നാൽ മാത്രമേ നമ്മളെ യഥാർത്ഥ ലക്ഷ്യം എന്തിനാണ് എന്നെ അയച്ചത്, എൻ്റെ നിയോഗം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും, അതുപോലത്തെ ഇവിടുന്ന് പരിശുദ്ധമായി വളരെ റാഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ഇവിടുന്ന് യാത്രയാകാനും, പിന്നെ എത്ര കാലം കബറിൽ കടന്നാലും ഈ ഹഫുംപുടക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ഒരു നാശനഷ്ടമോ അതും ഇല്ലാതെ പുഞ്ചിരിച്ച് എന്നാണ് തുറന്നെടുക്കുന്നത് അന്നും എന്ന കടത്തിയ പോലെ അതേ രീതിയിൽ ഉണ്ടാവുന്ന രീതിയൊക്കെ ഉണ്ട്. അതൊക്കെ മോമിനിങ്ങൾക്ക് പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം മോമിനാക്കി മഹാനായ ഉസ്മാൻ മഹാനവരുടെ മകനായ നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിസ്തി മഹാനോടെ ആ ഹിദ്മത്തിലായി, അവിടുത്തെ ഖദമിലായി ജീവിക്കാനും അതുപോലെ തന്നെ പരിപൂർണ്ണ മോമിനായി മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.